കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് പതിവ് പോലെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയിൽ ഡൗ ജോൺസിനെ സംബന്ധിച്ച് നേരിയൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചെങ്കിലും നാസ്ഡാക്കും S&P 500ഉം ഒരു നേരിയ ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സെഷനിൽ NVIDIAയിലൊക്കെ ഉണ്ടായിരുന്ന ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും കഴിഞ്ഞ സെഷനിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഇതൊക്കെ തന്നെ നാസ്ഡാക്ക് സൂചികയിലും പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. US വിപണിയിൽ സർ പ്രധാനമായിട്ടും ഇനി മുന്നോട്ടേക്ക് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കറന്റ് ലെവൽസിൽ മുതൽ ഒരു 39,600 പോയിന്റ്സ് വരെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് സോണായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുതൽ അടുത്ത 2-3 സെഷൻസിനിടെ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അല്പം വോളറ്റിലിറ്റി അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ് വിൽ നോട്ട് ബി ഈസി. ഈ ലെവലിൽ നിന്നും ഒരു 300 പോയിന്റ് മുകളിൽ നമുക്ക് നേട്ടം എക്സ്പെക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ വീണ്ടും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു നാസ്ഡാക്ക് ഇൻഡെക്സ് എത്തിയത്. ആൻഡ് കാര്യമായിട്ടൊരു നേട്ടമൊന്നും കാണാൻ സാധിച്ചെങ്കിൽ പോലും അണ്ടർ ടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഈ ഒരു വലിയൊരു നേട്ടത്തിനെ തുടർന്ന് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈയിങ് അവസരങ്ങളൊന്നും അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിക്കുന്നില്ല. കൊമോഡിറ്റി മാർക്കറ്റ്സിനെ സംബന്ധിച്ച് ക്രൂഡ് ഓയിലിൽ കഴിഞ്ഞൊരു സെഷൻ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായ 2ാം ദിനത്തിലും ഒരു നേട്ടത്തിൽ വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 2 ദിവസത്തിൽ നമ്മൾ കണ്ട നേട്ടം ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് അല്ല, ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ ക്രൂഡിന്റെ കേസിൽ ഞാൻ WTI ക്രൂഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ $77-78 റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യിക്കുമെന്ന്. അതോടൊപ്പം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് ഒരു നിലവിൽ നോക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ ട്രൈ ഔൺസിന് $2,376 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ സർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 3 സെഷൻസിൽ വീണ്ടും നമുക്കൊരു നേരിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് $2,320 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്വർണത്തിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് $2,420, അതിനെ തുടർന്ന് $2,430. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ ദിവസം 200 പോയിന്റിന്റെ നേട്ടത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 22,800 എന്നൊരു ലെവലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. മാത്രമല്ല ഇൻട്രാഡേ ഹൈ പരിശോധിക്കുമ്പോഴും 22,910 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ RBIയുടെ MPC മീറ്റിംഗും വരാനിരിക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് നല്ലൊരു റിക്കവറി ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഈ ലെവലിൽ നിന്നും നമ്മൾ കാര്യമായിട്ടൊരു അപ്വേർഡ് റിക്കവറി അല്ലെങ്കിൽ നേട്ടം എക്സ്പെക്ട് ചെയ്യേണ്ട. നിഫ്റ്റി 50ക്ക് കറന്റ് ലെവൽസ് 22,900 മുതൽ 23,000, 23,100 ആ റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കത്തില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ വരും സെഷൻസിൽ വീണ്ടും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും സെയിം പാറ്റേൺ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. 50,000 പോയിന്റിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ലെവൽസ് അറൌണ്ട് 49,500 മുതൽ 50,000 ആ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ യു ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ നൗ. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചും കൂടി സർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സൂചികകളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് റിയൽറ്റി സൂചിക ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ സെഷനിൽ കാഴ്ചവെച്ചിരുന്നു. 4.5% നേട്ടത്തിലായിരുന്നു റിയൽറ്റി സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത്. റിയൽറ്റി ഓഹരികളിലെല്ലാം നല്ലൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു. ബ്രിഗേഡിനെയൊക്കെ സംബന്ധിച്ച് 8% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റിയൽറ്റി സെക്ടറിനെ സംബന്ധിച്ച് സാറിൻ്റെ ഷോർട്ട് ടേമിലേക്കുള്ള അല്ലെങ്കിൽ ലോങ് ടേമിലേക്കുള്ളൊരു വ്യൂ എന്താണ്? അതോടൊപ്പം തന്നെ റിയൽറ്റി സെക്ടറിൽ ലോ റിസ്കിൽ
ഇപ്പോൾ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയുള്ള ഏതെങ്കിലും സ്റ്റോക്കുകളുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം റിയാലിറ്റി മേഖലയിലും കാണാൻ സാധിക്കുന്നില്ല. റിയാലിറ്റി മേഖലയിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്ന 1085 പോയിന്റിന്റെ അടുത്ത ആ ഒരു ലെവൽ അടുക്കുമ്പോഴേക്കും നമ്മൾ അഗെയിൻ വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം കഴിഞ്ഞ സെഷനിൽ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിന്നത് IT ഓഹരികളായിരുന്നു. ടെക് മഹീന്ദ്ര, HCL ടെക് പോലുള്ള ഓഹരികളിലെല്ലാം ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. TCSനൊക്കെ സംബന്ധിച്ച് 2% ഒരു നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. IT സെക്ടറിൽ സാർ പ്രധാനമായിട്ടും ഏതെങ്കിലും സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും സ്റ്റോക്കുകളിൽ നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇത് ഇന്നലത്തെ നമ്മുടെ ഈ സെഷനിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ദാറ്റ് IT മേഖലയിൽ ഐ എം എക്സ്പെക്ടിങ് എ ടേൺ അറൗണ്ട്. അറ്റ് ദ മൊമെന്റ് IT മേഖല നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ 2 സെഷൻസിൽ നമ്മൾ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ ഇടയായി. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. കാര്യം എന്താണെന്നാൽ IT ഇൻഡെക്സിന്റെ major resistance is 34,400, 34,800. 34,400 മുതൽ 34,800 ഇത് വളരെ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സോ ഇന്നലെ നമ്മൾ നേട്ടം കണ്ട HCL ടെക്നോളജി, TCS, വിപ്രോ, ഇൻഫോസിസ് മുതലായ സ്റ്റോക്സിലൊക്കെ അടുത്ത 2-3 സെഷൻസിനിടെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അടുത്ത ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിൽ SBI ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 3% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. 816 രൂപ എന്ന റേഞ്ചിലാണ് SBIയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. SBI സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? പ്രിയ, ഞാൻ നേരത്തെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ചൊരു വ്യൂ നൽകിയിരുന്നു. ദ സെയിം പാറ്റേൺ നമുക്ക് SBI ഷെയർസിന്റെ കേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. SBI ഇന്നലെ 240 രൂപയുടെ വളരെ അടുത്തോട്ട് എത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ബിറ്റ്വീൻ 840 ആൻഡ് 860 വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. എഗെയിൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ഇന്നും നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും എടുക്കാൻ ശ്രമിക്കരുത്. ആൻഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 790 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു സെറ്റ് ഓഫ് ഓഹരികൾ സാറിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഡിഫൻസ് സെക്ടറിൽ ഉള്ള കുറച്ച് ഓഹരികളാണ്. കഴിഞ്ഞ സെഷനിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ സംബന്ധിച്ച് 6% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 4666 എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? HLന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് കനത്ത ഒരു സെല്ലിംഗ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു HL. ഇത് HL മാത്രമല്ല, കൊച്ചിൻ ഷിപ്പ് യാർഡ്, മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഭാരത് എർത്ത് മൂവേഴ്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, എല്ലാ ഡിഫൻസ് സ്റ്റോക്സിലും സിമിലർ പാറ്റേൺ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കമ്മിങ് സ്പെസിഫിക്കലി ടു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് 4860 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇനി അഥവാ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 5100 രൂപ. സോ ബിറ്റ്വീൻ 4860 ആൻഡ് 5100 നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു ബൈയിങ് അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സാർ മെൻഷൻ ചെയ്ത പോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ച് എന്നീ ഓഹരികളും എല്ലാം തന്നെ നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2100 രൂപ. നാച്ചുറലി 2100 ഇസ് എ വെരി വെരി മേജർ റെസിസ്റ്റൻസ്. അതുകൂടാതെ 1925 2000 രൂപ, ഇത് സോ 1925 2100 ഈ 3 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കണം നമ്മൾ ഏറ്റവും മുഖ്യമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
മസഗോൺ ഡോക്കിനെ സംബന്ധിച്ച കഴിഞ്ഞ സെഷനിൽ 13% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 3173 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത്. മസഗോൺ ഡോക്കിനെ സംബന്ധിച്ച് സാർ പ്രധാനമായിട്ടും നോക്കിയിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? മാസഗോൺ ഡോക്കിന്റെ കേസിൽ അതിന്റെ ഓൾ ടൈം ഹൈ 3500 രൂപയ്ക്ക് അടുത്താണ് കാണാൻ സാധിക്കുന്നത്. സോ ഇന്നലത്തെ ഒരു ഹൈ ലെവൽ 3200 ആയിരുന്നു. സോ നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3100 മുതൽ 3450 ഈ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓൺ ദി അതർ ഹാൻഡ് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലായ 3500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും അല്പം നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഗാർഡൻ റീച്ചിനെ സംബന്ധിച്ചും 10% നേട്ടത്തിൽ 1298 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗാർഡൻ റീച്ചിൽ നമുക്കിപ്പോൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ? അഗൈൻ ഗാർഡൻ റീച്ചിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ. ബട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ 1330, 1370, 1400 ഈ 3 റെസിസ്റ്റൻസ് ലെവൽ എത്തുമ്പോഴേക്കും സെല്ലിംഗ് പ്രഷറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ വീണ്ടും കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ദിവസമായി ഇന്ന്. പുതിയ ലോങ് പൊസിഷൻസ് ഈ 3 സ്റ്റോക്സിലും അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് സൊമാറ്റോയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 0.38% ഒരു ഇടിവിൽ 183 രൂപ റേഞ്ചിലാണ് സൊമാറ്റോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൊമാറ്റോയെ സംബന്ധിച്ച് അവരുടെ ബ്ലിങ്കിറ്റിന്റെ വെയർഹൗസിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. സൊമാറ്റോയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ സൊമാറ്റോ മെയ് 13 നമുക്ക് അതിന്റെ ഒരു ഓൾ ടൈം ഹൈ നൽകിയത് 207 രൂപയിൽ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. 192 രൂപയിൽ ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ഇന്ന് സ്റ്റോക്സ് ഇൻ ഫോക്കസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഐനോക്സ് വിൻഡ്. ഐനോക്സ് വിൻഡിനെ സംബന്ധിച്ച് അവരുടെ ഫിൽറ്ററിൻ്റെ പ്രൈസ് ബാൻഡ് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. 20% ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ നോക്കുമ്പോൾ 5% നേട്ടത്തിലായിരുന്നു ഈ ഒരു ഐനോക്സ് വിൻഡിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തത്. 148 രൂപ റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. ഐനോക്സ് വിൻഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? പ്രിയ, നമ്മൾ ഐനോക്സ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിച്ച ഒരു സ്റ്റോക്ക് ഐനോക്സ് വിൻഡ്. ആൻഡ് ഐനോക്സ് വിൻഡിന്റെ കേസിൽ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. കാര്യം ഒത്തിരി വോളറ്റിലിറ്റി മാർക്കറ്റിൽ തന്നെ ഒത്തിരി വോളറ്റിലിറ്റി നടക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. ഇന്നത്തെ ട്രേഡിംഗിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഇന്നത്തെ വിപണിയിൽ സാറ് പ്രത്യേകമായിട്ട് ഏതെങ്കിലും സ്റ്റോക്കുകൾ സ്റ്റോക്സ് ഇൻ ഫോക്കസായി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പ്രിയ, അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പുതിയ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ലോ റിസ്ക് അവസരം പോലും എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ മാർക്കറ്റിൽ അടുത്ത 2-3 സെഷൻസിൽ വോളറ്റിലിറ്റിയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വളരെ കെയർഫുൾ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് പ്രോഫിറ്റ് എടുക്കേണ്ട സ്റ്റോക്സിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. പക്ഷേ സാറിൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് പ്രേക്ഷകരെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് മുൻപ് അദാനി സ്റ്റോക്കുകളുടെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദാനി സ്റ്റോക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ വീണ്ടും ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നു. അദാനി എൻ്റർപ്രൈസിൽ 2% നേട്ടം കാണാൻ സാധിച്ചു. അദാനി എനർജി സൊല്യൂഷൻസ് 5% നേട്ടത്തിലാണ് അദാനി എനർജി സൊല്യൂഷൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഈ ഒരു ലെവലിൽ നമുക്കൊരു എക്സിറ്റ് ആക്കേണ്ട സമയമായിട്ടുണ്ടോ? അദാനി സ്റ്റോക്സിൽ നമുക്ക് കഴിഞ്ഞ 4 സെഷൻസിൽ ഹൈ വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിച്ചത്. ആ ഒരു ഹൈ വോളറ്റിലിറ്റിയെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് അൺസർട്ടൺ അല്ലെങ്കിൽ സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്.
ലോ റിസ്ക് ആയിട്ട് ഒരു അഡാനി സ്റ്റോക്കിൽ പോലും ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. അഡാനി എനർജി സൊല്യൂഷൻസിന്റെ കേസിൽ 1040 മുതൽ 1100 രൂപ വരെ വളരെ മേജർ റെസിസ്റ്റൻസ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. അഡാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 3200 മുതൽ 3280 വരെ വളരെ മേജർ റെസിസ്റ്റൻസ്. സോ അഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻസ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അഡാനി ഗ്രീൻ എനർജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും 1960 2000 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ് സോൺ. അഡാനി പോർട്സിന്റെ കേസിൽ 1400 മുതൽ 1480 1520 ഇതൊക്കെയാണ് മേജർ റെസിസ്റ്റൻസ് ഏരിയാസ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അവസാനമായിട്ട് അഡാനി പവറിന്റെ കേസ് എടുക്കും 740 മുതൽ 780 800 ദിസ് ഇസ് എ മേജർ റെസിസ്റ്റൻസ് ഏരിയ. സോ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ലോങ് പൊസിഷൻ പുതിയതായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ് വരും സെഷൻസിൽ നമുക്ക് വീണ്ടും വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം ഈ സ്റ്റോക്സിലൊക്കെ. പ്രേക്ഷകരിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഇന്നിപ്പോൾ നമുക്കറിയാം RBIയുടെ MPC മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. ശക്തികാന്ത ദാസിൻ്റെ ഈ ഒരു MPC മീറ്റിങ്ങിൻ്റെ ലൈവ് സംപ്രേഷണം നമ്മൾ ചാനലിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലിശ നിരക്കിൻ്റെ ഇതിന് മുൻപുള്ള ഒരു നാൾ വഴികൾ എന്ന് പറയാം, നമുക്ക് പലിശ നിരക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഷോ ഇന്ന് നമുക്ക് 9:30 മുതൽ ലൈവായിട്ട് നമ്മളുടെ ചാനലിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം ലൈവായിട്ട് കാണാൻ നമ്മുടെ യൂട്യൂബിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ്. ഏതായാലും പ്രേക്ഷകരുടെ ക്വറീസിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, ശ്രീജിത്ത് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഡിക്സൺ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ്. സോ ഡിക്സൺ ടെക്നോളജിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് തുടരുന്നത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഇന്ന് ഒരു അവസരം കാണുന്നില്ലെങ്കിൽ പോലും നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് അറൌണ്ട് 10,000 റുപ്പീസ്. വരും സെഷൻസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സന്തോഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യ മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2.5% നേട്ടത്തിൽ 999 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഇന്ത്യ മോട്ടോർ പാർട്സ് വന്ന സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിലും കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിന് 1020 മുതൽ 1040 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിൽ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ ഗാന്ധാർ ഓയിൽ റിഫൈനറി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 4% നേട്ടത്തിൽ 200 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഗാന്ധാർ ഓയിൽ അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ട ഒരു സ്റ്റോക്കാണ് ഗാന്ധാർ ഓയിൽ. അറ്റ് ദ മൊമെന്റ് അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന നേട്ടം ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിന് മേജർ സെൻസ് 210-220 ആയിരിക്കും. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സമയത്ത് നമുക്ക് വീണ്ടും ഈ സ്റ്റോക്കിലോട്ട് തിരിച്ചു വരാം. ബജാജ് കൺസ്യൂമർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 2% നേട്ടത്തിൽ 244 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കഴിഞ്ഞ ഒരു 4-5 സെഷൻസിൽ നമുക്ക് FMCG സ്റ്റോക്സിലൊക്കെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. സോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതുപോലെ തന്നെ നെസ്ലെ, കോൾഗേറ്റ്, ബജാജ് കൺസ്യൂമർ, ഗോദ്രേജ് CP, ഗോദ്രേജ് ഇൻഡസ്ട്രി മുതലായ എല്ലാ FMCG സ്റ്റോക്സിലും നല്ല നേട്ടം നമുക്ക് കാണാനിടയായി. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ജോസഫ് എന്ന പ്രേക്ഷകൻ വേൾപൂൾ ഓഫ് ഇന്ത്യയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 0.74% നേട്ടത്തിൽ 1548 രൂപയിലാണ് ക്ലോസ് ചെയ്തത്.
സോ വേൾപൂൾ ഓഫ് ഇന്ത്യ കഴിഞ്ഞ 2 മാസത്തിനിടെ ഒരു റിക്കവറി ടേൺ അറൗണ്ടാണ് നടത്തിയിരിക്കുന്നത്. ആൻഡ് മാർച്ച് മാസത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ലോവസ്റ്റ് ലെവൽ അറൗണ്ട് 1190 ആയിരുന്നു. ആൻഡ് 10 ദിവസം മുൻപ് ഈ സ്റ്റോക്ക് 1640 രൂപ വരെ നമുക്ക് നേട്ടം നൽകി. അതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് BPCLലുള്ള സാറിൻ്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 585 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സോ BPCLന്റെ ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് സെക്ടർ കമ്പനീസിലും കഴിഞ്ഞ 4 സെഷൻസിൽ കനത്ത സെല്ലിംഗ് നമുക്ക് കാണാനിടയായി. സോ അഗെയിൻ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. 600 മുതൽ 630 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ് ഏരിയ. മറ്റൊരു പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 2.5% നേട്ടത്തിൽ 27 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 29 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ട്രെൻഡുകളൊക്കെ ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സോ പുതിയ ലോങ് പൊസിഷൻസ് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ കെമിക്കൽസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 1064 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ കെമിക്കൽസിന്റെ ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. ഈ സ്റ്റോക്കിന് 955 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഉണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 955 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1140 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 5% നേട്ടത്തിൽ 274 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഭാരത് ഇലക്ട്രോണിക്സിനെ ഞാൻ വീണ്ടും ഒരു പബ്ലിക് സെക്ടർ ആൻഡ് ഡിഫൻസ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം എല്ലാ സ്റ്റോക്സിലും നമുക്ക് വരും സെഷൻസിൽ സെല്ലിംഗ് പ്രഷർ വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ 280 മുതൽ 300 രൂപ വരെ വളരെ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ 260 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ഗബ്രിയേൽ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 379 രൂപയിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സോ ഗബ്രിയേൽ വന്ന ഇറ്റ്സ് എ മിഡ് ക്യാപ് സ്റ്റോക്ക് ആൻഡ് ട്രെൻഡ് വന്നിട്ട് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 335 രൂപ. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 402 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ കനറ ബാങ്കിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 2.5% നേട്ടത്തിൽ 118 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സിലും ട്രെൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഈ സ്റ്റോക്സിലൊക്കെ വരും സെഷൻസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. കനറ ബാങ്കിന്റെ കേസിൽ 132 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 95 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ സുസ്ലോൺ എനർജിയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 49 രൂപ 80 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. സോ സുസ്ലോണിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 48 രൂപയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 51 രൂപ മുതൽ 51 രൂപ 50 പൈസ വരെ ആയിരിക്കും. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ.